ആദ്യം തന്നെ ചങ്ങാതിമാർക്കുള്ള ഒരു കിട്ടുകാച്ചി നമസ്കാരം ഇരിക്കട്ടെ. നേരത്തെ വീഡിയോയ്ക്ക് എന്ന കിട്ടുകാച്ചി സപ്പോർട്ടിനും അതൊക്കെ ആകാശത്തൊക്കെ പറപ്പിച്ചതിനും 1000 നന്ദി ആയിരിക്കുന്നത്. ഒരു കിടുക്കൻ ഉള്ളിത്തീയലിൻ്റെ റെസിപ്പി ആയിട്ട് വാർത്തരപ്പൊക്കെ ഉണ്ടാക്കി നല്ല കിടുക്കൻ വീട്ടിലിനി ഈസി ആയിട്ട് നല്ല ഇതുപോലെ മിന്നിക്കുന്ന ഉള്ളിത്തീയൽ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം അതിന് ചെറുള്ളി എടുത്ത് വെക്കുന്നു, ശേഷം തേങ്ങ നല്ല കറക്കിറക്കുന്നു. സെയിം പരിപാടി, തീ പിടിപ്പിക്കുന്നു, ഒരു വലിയ പാത്രം എടുത്ത് ചൂടാക്കുന്നു, അതിലേക്ക് വെളിച്ചെണ്ണ ഇതുപോലെ സ്റ്റൈലായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ മല്ലി ഇട്ട് കൊടുക്കുന്നു, ചെറുള്ളി ഇട്ട് കൊടുക്കുന്നു, വെളുത്തുള്ളി, ഇഞ്ചി, വത്തലമുളക്, ഈ വക സാധനങ്ങളെല്ലാം എടുത്തിട്ടങ്ങ് ഇതുപോലെ അങ്ങ് വരട്ടുക. ആ വരട്ടുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബ് ചാനലായ ഷെഫ് നിബു ദ ആൽക്കമിസ്റ്റ് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല. കൂടെ ഇതുപോലെ കറിവേപ്പില ഒരു മറിക്കുക. കറിവേപ്പിലയും കൂടെ ഇട്ട് ഇവനെ അങ്ങ് മൊത്തത്തിലങ്ങ് വരട്ടിയെടുക്കുക. ആദ്യം തന്നെ നമ്മൾ വറുത്തരപ്പുണ്ടാക്കും കേട്ടോ. നല്ല തേങ്ങ വറുത്തരപ്പ് കിടുക്കം വറുത്തരപ്പത്തെ തേങ്ങാപ്പീരയും കൂടെ ഇട്ട് ഇവനെ അങ്ങ് നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്ത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഇവനെ ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇവനെ ഇങ്ങനെ സ്ലോ ഫയറിലിട്ടിങ്ങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്ത പരിപാടിയാണ് ഉരുളി ചൂടാക്കാൻ വെക്കുന്നു. ഉരുളി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ എടുത്തൊരു മറിക്കുന്നു, കടുക് പൊട്ടിക്കുന്നു. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഉലുവ എടുത്തൊരു മറി, വത്തലമുളക് മറി, പിന്നെ കറിവേപ്പിലയും കൂടി. ഇത്ര സാധനം ഇട്ട് നല്ലോണം വരട്ടി വരുമ്പോഴേക്ക് ചെറുള്ളി ഇതിലിട്ടങ്ങ് വാട്ടിയെടുക്കുക. കണ്ടോ, ഇതുപോലെ റോസ്റ്റ് ചെയ്ത് വാട്ടുക. ചെറുള്ളി ഒന്ന് വാടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഈ വറുത്തരപ്പൊന്ന് ഇങ്ങനെ നിളക്കി കൊടുക്കുക, അടി പിടിക്കാതെ. ഇവനൊന്ന് കളറാകുന്ന വരെ ഇങ്ങനെ വറുത്തണം. ആ സമയത്ത് ചെറുള്ളി ഒന്നും കൂടെ വാട്ടി ഈ രൂപത്തിനും ഭാവത്തിലേക്ക് എടുക്കുന്നു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ അങ്ങ് വാരിയും വിതറിക്കും എൻ്റെ ചങ്ങാതിമാരെ. ആ സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ മല്ലിയായിരിക്കും കൂടുതൽ വേണ്ടത്. മുളക് പൊടി അതിൻ്റെ പകുതി, മഞ്ഞൾപ്പൊടി പേരിനൊന്ന് വാരി വിതറുക. എന്നിട്ട് അവനെ ഒന്ന് പച്ചപ്പ് മാറുന്ന രീതി കുക്കാക്കുക. കുക്കായ ശേഷം വെള്ളം എടുത്തൊരു മറി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഇവനങ്ങ് തിളയ്ക്കാൻ വെക്കുക. തിളയ്ക്കാൻ വെക്കുന്ന സമയത്ത് നമ്മുടെ വറുത്തരപ്പിനുള്ള തേങ്ങയുടെ കളറൊക്കെ മാറി ഭാവവും രൂപമൊക്കെ മാറി നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. തേങ്ങയിൽ നിന്ന് ആ എണ്ണയൊക്കെ ഇറങ്ങുമ്പോഴേക്കും നല്ല സ്മെല്ല് വരും. ഇതുപോലെ ഈ കളറിലും രൂപത്തിലാക്കി അങ്ങ് എടുക്കുക. ഈ കളറിലും രൂപത്തിലായി വരുമ്പോഴേക്കും അതിലേക്ക് മല്ലിപ്പൊടി വാരി വിതറുക, മുളക് പൊടി വാരി വിതറുക, ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വാരി വിതറിയ ശേഷം ഇവനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കേട്ടോ, ഇതുപോലെ മിക്സ് ചെയ്തെടുക്കും. നല്ല സ്മെല്ല് വരും കേട്ടോ. ആ സ്മെല്ല് വരുന്ന ഭാഗത്തിനാകുമ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് ജാറിലേക്ക് ഒരു മറിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് ഈ രൂപത്തിലാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ വറുത്തരപ്പ് റെഡിയായി. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് സെറ്റായിരിക്കണേ. ആ വറുത്തരപ്പെടുത്തത് ഇതിലേക്കൊരു മറി. എന്നിട്ട് ഇവനെ ഇങ്ങനെ കലക്കിയും കൂട്ടും. എൻ്റെ ചങ്ങാതി കണ്ണടച്ചങ്ങ് കലക്കിയും കൂട്ടിക്കോ. ഇതുപോലെ അപ്പോൾ ഒന്ന് കുറിയിരിക്കുമ്പോൾ മിക്സി ജാറൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കഴുകി സെറ്റായിട്ട് അതിലേക്ക് ഒഴിച്ചു. അപ്പോഴേക്ക് ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി കിട്ടും കേട്ടോ സംഭവം. ആ രൂപത്തിലും ഭാവത്തിലായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് പുളിവെള്ളം, ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഒഴിക്കരുത്. കൂടുതൽ ഒഴിച്ചാൽ ഒരു കയ്പ്പ് ചോവയൊക്കെ വരും. അപ്പോൾ കൂടുതൽ ഒഴിക്കാതെ ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു മധുരപ്പും കൂടെ വേണ്ട, എന്നല്ലേ ഒരു വഴിക്ക് പോകുന്നല്ലേ എൻ്റെ ചങ്ങാതി. അപ്പോൾ ആ ശർക്കരയും കൂടെ ഇട്ട് കഴിഞ്ഞ ശേഷം ഇവനെ മൊത്തത്തിൽ മിക്സ് ചെയ്ത് തിളപ്പിക്കാൻ അങ്ങ് വെക്കുമ്പോഴേക്ക് എൻ്റെ ചങ്ങാതി ഒരു സ്മെല്ല് വരും. ഒരു രക്ഷയിൽ. ആ സ്മെല്ല് വരുന്ന സമയത്തൊക്കെ കായപ്പൊടി എടുത്തൊരു വാരി വിതറുക എൻ്റെ ചങ്ങാതി. എന്നിട്ട് മൊത്തത്തിനെ കലക്കി കൂട്ടി ഈ രൂപത്തിലും ഭാവത്തിലാക്കിയെടുക്കുക. എന്നിട്ടൊന്ന് മണത്ത് നോക്കുക എൻ്റെ ചങ്ങാതി, കിളി പോവും. എന്നിട്ട് ഇച്ചിരി ചോറും കൂടെ ഉണ്ടെങ്കിൽ, അത് കുത്തരി ചോറും കൂടെ ആണെങ്കിൽ എൻ്റെ ചങ്ങാതി ഒന്നും നോക്കണ്ട, കണ്ണടച്ചങ്ങ് നമുക്ക് പിടിക്കാൻ പറ്റും. സംഭവം വേറെ ലെവലായി സാധനം കേട്ടോ. ഇപ്പം നമ്മളെ കിടക്കാച്ചി ഉള്ളിത്തീയൽ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ ചങ്ങാതി സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ കിളി പോകും, ഒരു രക്ഷയില്ല. എന്നിട്ട് ഇതുപോലെ എടുത്താൽ കയ്യിലേക്ക് ഇട്ടിട്ടൊരു നക്കണം. എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലാണ്. ഇത് ട്രൈ ചെയ്യുക. വീട്ടിലുണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അങ്ങനെ രേഖപ്പെടുത്തി.